ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു എപ്പിസോഡിന് ഞാനൊരു പേരിട്ടിട്ടുണ്ട്. ചില വാഴകൾ കുലക്കാറില്ല, ചില വാഴകൾ കുലയ്ക്കാൻ സമയമെടുക്കും എന്നുള്ളതാണ്. ചെൽസിയെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ചെൽസി മറ്റൊരു മത്സരം കൂടി വെംബ്ലിയിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു കോമ്പറ്റീഷനിൽ നിന്നും കൂടി പുറത്തായിരിക്കുകയാണ്. ചെൽസിയുടെ സീസൺ തീർന്നിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട്, ഹോൾഡേഴ്സ് ആയിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് 1-0 എന്നുള്ള സ്കോർ ലൈൻ വെംബ്ലിയിൽ പരാജയപ്പെട്ടുകൊണ്ടാണ് ചെൽസി FA കപ്പിന്റെ സെമി ഫൈനലിൽ തോറ്റിരിക്കുന്നത്, FA കപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. ഈ വീഡിയോ ഒരു ചെൽസി ഫാന്റെ പെർസ്പെക്റ്റീവിൽ നിന്നായിരിക്കും ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ടും ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ചെൽസി ഫാന്റെ രോദനം തന്നെയായിരിക്കും. ഇത് അനവധി തവണ ഈ ചാനലിൽ ഈ ഒരു സീസണിലൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ ആവർത്തന വിരസതയ്ക്കുള്ള സാധ്യതയുണ്ട്, അത് മുൻകൂട്ടി പറയുകയാണ്. ഇനി പ്രതീക്ഷയാണല്ലോ മനുഷ്യന്മാരുടെ പരിപ്പിളക്കുന്നത് പല സാഹചര്യങ്ങളും. ഈ ഒരു ഡ്രോ നടന്നിട്ടുള്ള സാഹചര്യത്തിൽ എനിക്കറിയാമായിരുന്നു ഈ കളി പരാജയപ്പെടുന്നുള്ളത്. ശരിയാണ്, മാൻ സിറ്റിയുമായിട്ട് നല്ല രീതിയിലൊക്കെ പിന്നെ ലീഗിലൊക്കെ മുട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള നോക്കൗട്ട് മത്സരത്തിൽ ജയിക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആ ഒരു ഡ്രോ വന്നപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു. പക്ഷെ പിന്നെ എങ്ങനെയാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പ്രതീക്ഷ കടന്നു ചെന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോൾ ഈ മാൻ സിറ്റിയുടെ ആ ഒരു ചാമ്പ്യൻസ് ലീഗിലെ പിന്നെ എക്സിറ്റുമായി ബന്ധപ്പെട്ടിട്ട് അവർ 120 മിനിറ്റ്സ് ഫുട്ബോൾ കളിക്കുന്നു, അവർ പിന്നെ പെനാൽറ്റി ഷൂട്ടുകൾ പുറത്താകുന്നു. അത് സംഭവം എന്ന് വെച്ചാൽ അത് മെന്റലിയും ഫിസിക്കലിയും അവർ എക്സോസ്റ്റ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവമാണ്. അതിനുശേഷം 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ഒരു പ്രതീക്ഷ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ചെൽസി എവർട്ടനെ 6-0 എന്നുള്ള സ്കോറിൽ പരാജയപ്പെടുത്തി. അതിൽ ക്ലിനിക്കലാകുന്ന സാഹചര്യം നമ്മൾ കണ്ടു, നല്ല ഗോളുകൾ അടിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. പക്ഷെ സ്റ്റിൽ അത് എവർട്ടനാണ്. അത് ഞാൻ ആ ഒരു ലൈവ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എവർട്ടനാണ്. അത് ഒരു കാരണവശാലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാലും നേരിയ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ ഒരു സിറ്റിയുടെ ഫറ്റീഗാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രതീക്ഷ തരാനുണ്ടായിരുന്ന ഒരു കാരണം ഉണ്ടായിരുന്നത്. പക്ഷേ പ്രതീക്ഷ വെക്കാൻ പാടുണ്ടായിരുന്നില്ല. പ്രതീക്ഷ വെച്ച ഞാനാണ് മണ്ടൻ. അപ്പോൾ എന്നെ മണ്ടൻ എന്ന് വിളിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ വെച്ചിട്ട് എങ്ങനെ പ്രതീക്ഷ വെക്കും എന്നുള്ളതാണ്. അത് വെക്കാൻ പാടുണ്ടായിരുന്നില്ല. ഇനി ഇതിൽ പല കാര്യങ്ങളും സംസാരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. പലതും മുമ്പും സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അതിൽ ഇന്നലെ ഇപ്പോൾ പോച്ചിനെ കാര്യമായിട്ട് കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വിജയമാണ് കോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എക്സ്ട്രീംലി ടയേർഡ് ആയിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ നല്ല രീതിയിൽ ഒരു വിജയം കോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കോച്ച്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇൻ ഗെയിം മാനേജ്മെന്റും സബ്സ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഒരു വകയ്ക്കും കൊള്ളില്ല എന്നുള്ളത് വീണ്ടും ചങ്ങായി തന്നെ തെളിയിച്ചിരിക്കുകയാണ്. എന്നാലും ഈ ഒരു മത്സരത്തിൽ ഞാൻ കാര്യമായിട്ട് കോച്ചിനെ ബ്ലെയിം ചെയ്യില്ല. അത് മാത്രമല്ല, കോച്ചിനെ ഇതിൽ നിന്ന് മാറ്റി നിർത്താം ഒരു പരിധി വരെ. കോച്ചിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. പക്ഷെ ഇവിടെ കോച്ചിനെ പോലെയുള്ള ഒരു കോച്ച്, ജാക്സനെ പോലെയുള്ള ഒരു സ്ട്രൈക്കറെ കൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആരാണ് ആ റിസോഴ്സിനെ ചെങ്ങായിയുടെ കൈകളിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുത്തത്? പിന്നെ ജാക്സൺ ഉപരി വേറെ ആരാണ് ചെൽസിക്ക് നമ്പർ 9 ആയിട്ട് ഉള്ളത്? ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചെൽസി എങ്ങനെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു കളക്റ്റീവായിട്ടുള്ളൊരു പ്രോബ്ലം ആണെന്നുള്ളത് ഞാൻ പലപ്പോഴായിട്ട് പറയുന്നതാണ്. നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയും, കോച്ചിനെ പുറത്താക്കിക്കോ, പരിപാടി തീർന്നു എന്നുള്ളത്. അല്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. ആ രീതിയിലല്ല ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. കോച്ചിനെ പുറത്താക്കിയ ഇവിടുത്തെ പ്രശ്നം തീരുന്നില്ല. കോച്ച് പ്രശ്നം തന്നെയാണ്. കോച്ച് ഒരു എലീറ്റ് കോച്ചല്ല എന്നുള്ളത് ഞാൻ പല സാഹചര്യത്തിൽ പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ്. പക്ഷെ ഇവിടെ കോച്ചിനെ പുറത്താക്കിയതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. അവിടെ ഇരിക്കുന്ന സ്പോർട്ടിംഗ് ഡയറക്ടർമാരാണ് ഒരു പ്രശ്നം. ആ സ്പോർട്ടിംഗ് ഡയറക്ടർമാരെ നിയമിച്ചിട്ടുള്ള ഓണർമാർ മറ്റൊരു പ്രശ്നം. അവര് മുമ്പോട്ട് വെച്ചുള്ള പോളിസി അത് വേറൊരു പ്രശ്നം. അങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമാണ്. അപ്പൊ കളക്റ്റീവായിട്ടുള്ള പ്രശ്നമാണ്. ഇനി കോച്ചിനെ പുറത്താക്കിയിട്ട് ഈ നാറികൾ തന്നെ അല്ലേ പുതിയ കോച്ചിനെ കൊണ്ടുവരേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇവന്മാർ ഏത് ഫിലോസഫിയാണ് ഫോളോ ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ഫിലോസഫിയിലും അവരുടെ പോളിസിയിലും മാറ്റം വരുത്താതെ ഒരു തരത്തിലും ഒരു ചേഞ്ച് ഇവിടെ സംഭവിക്കില്ല എന്നുള്ളതാണ്. അതായത് ഈ ടീമിൽ എക്സ്പീരിയൻസ് ലാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഏത് പൊട്ടനും മനസ്സിലാവുന്ന ഒരു സംഭവമാണ്. എന്താണ് സിറ്റിയെ പരാജയപ്പെടുത്താൻ പറ്റിയ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. അത് കളഞ്ഞു കുളിച്ചു. ശരിയാണ്, ഈ മത്സരത്തിൽ ഒരു ബ്ലേറ്റന്റ് പെനാൽറ്റി ചെൽസിക്ക് കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ബിഗ് മത്സരത്തിൽ അത്തരത്തിലുള്ള ഒരു ബിഗ് ഡിസിഷൻ എങ്ങനെ ഇവന്മാർക്ക് പിന്നെ മിസ്സാകുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ തെറ്റുപറ്റുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കണം. അതോടൊപ്പം തന്നെ ചെൽസിക്ക് റെഫറിയെ കുറിച്ച് സംസാരിക്കാം, റോബ് ചെയ്തു എന്നുള്ള രീതിയിൽ സംസാരിക്കാം. ഞാനും അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ കിട്ടിയ ചാൻസുകൾ മുതലാക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരെയും ബ്ലെയിം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായുള്ള സംഭവം. അതായത് നിക്കോ ജാക്സൺ ചെൽസിയുടെ ലൈന് ലീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ട്രൈക്കർ ആണോ നിലവിൽ എന്ന് വെച്ചാൽ അല്ല. ഇനി ആകുമോ അതെനിക്കറിയില്ല. പക്ഷെ ഞാനൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി.
അപ്പോൾ അതിലേക്കൊരു ഒരു ഷെഫിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഷെഫാണെങ്കിൽ മനോഹരമായിട്ട് പാത്രം കഴുകും, മനോഹരമായിട്ട് പിന്നെ എന്താണ് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വെട്ടും, മനോഹരമായിട്ട് ഉള്ളി അരിയും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ആളെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ് അവിടെ? കുക്ക് ചെയ്യാനല്ലേ. അത് പുള്ളിക്കാരൻ അറിയില്ല. ബാക്കിയെല്ലാം നന്നായിട്ട് ചെയ്യുമ്പോൾ ഇത് ചെയ്യാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ഷെഫ്? അതല്ലേ ഇവിടുത്തെ പ്രധാന പ്രശ്നം. അതേപോലെ തന്നെയാണ് നിക്കോ ജാക്സൺ. അതായത് എല്ലാം ചെയ്യുന്നുണ്ട്, ലിങ്ക് പ്ലേയിലും കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, പിന്നെ പ്രസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തിനാണ് നിക്കോ ജാക്സനെ മേടിച്ചിട്ടുള്ളത്? ഗോൾ അടിക്കാൻ. അത് ചെയ്യൂല, സോറി, അതെന്നെ കൊണ്ട് പറ്റൂല. ഇനിയോ ഈ ഷെഫിന്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ബാക്കിയുള്ള ആരെങ്കിലും ഒക്കെ ഒന്ന് കുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് അതിൽ വല്ല ഉപ്പും മുളകും ഒക്കെ കുറവുണ്ടെങ്കിൽ അപ്പൊ കിടന്നിട്ട് ജാതി ആറ്റിറ്റ്യൂഡും കാണിക്കും. അത് തന്നെയാണ് നിക്കോ ജാക്സൺ കാഴ്ചവെക്കുന്നത്. അതായത് ആരെങ്കിലും ഒരു പാസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ പുള്ളിക്ക് ബോൾ എടുക്കാതെ ഷൂട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പുള്ളി ഭീകരമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. പിന്നെ കഴിഞ്ഞ കളിയിൽ ആ പെനാൽറ്റിക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയിട്ടുള്ള ഒരു തോന്നിയാസം ഉണ്ടല്ലോ, അത് 4-0 നിൽക്കുമ്പോഴല്ലേ അത് സംഭവിച്ചിട്ടുള്ളത്. അവൻ പറയണ്ട. എന്നിട്ട് അതെടുത്ത് പുറത്ത് കടിച്ചേനെ ചിലപ്പോ. എന്താ ചെയ്യുക? അതായത് ബിഗ് മത്സരങ്ങളിൽ അതും ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ കൊണ്ടുവച്ച് കൊടുത്തിട്ടുള്ള സാഹചര്യത്തിൽ അതെടുക്കാൻ സാധിക്കാതെ എന്താണ് 4-0 നിൽക്കുമ്പോൾ സ്റ്റാറ്റ് പാഡ് ചെയ്യാനുള്ള ആ ഒരു ആവേശം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല. സത്യം പറയാലോ, ഞാൻ കുറെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അത് ചിലപ്പോൾ കൂടിപ്പോകും. അത് വേറെ രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കേണ്ടി വരും. ഒരു രക്ഷയില്ല. ഇനി ഈ ക്ലബിന്റെ സ്റ്റാൻഡേർഡ്സ് ഏത് രീതിയിലേക്കാണ് താഴ്ന്നു പോയിട്ടുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, മത്സരത്തിന് ശേഷം തിയാഗോ സിൽവയുടെ ആ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, അത് സത്യം പറയാലോ എൻ്റെ കണ്ണിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ. കാരണം ആ ചങ്ങായി ആള് കരയാണ്. കാരണം തോറ്റിരിക്കുകയാണ്, ഒരു സെമി ഫൈനൽ തോറ്റിരിക്കുകയാണ്. സെമി ഫൈനലിൽ തോറ്റിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു എക്സ്പ്രഷനാണത്. കാരണം എല്ലാം കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യൻ, നന്നായിട്ട് ക്ലബിനെ കെയർ ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആരാധകരെ കെയർ ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഈ ഒരു ഗെയിമിനെ കെയർ ചെയ്യുന്ന ഒരു മനുഷ്യൻ, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള റിയാക്ഷനാണ് നമ്മളവിടെ കാണുന്നത്. ആളുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ സത്യം പറയാലോ ശരിക്കും സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ ബാക്കിൽ, ആ ചിത്രത്തിന്റെ ബാക്കിൽ അല്ലെങ്കിൽ ആ വീഡിയോയുടെ ബാക്കിൽ നമുക്ക് വേറൊരുത്തനെ കാണാൻ പറ്റും. മധു കെ എന്ന് പറയുന്ന ചെങ്ങായി ഉണ്ടല്ലോ, ഗ്രീലിഷുമായിട്ട് അവിടെ ചിരിച്ചും കളിച്ച് നിൽക്കാണ്. എങ്ങനെ സാധിക്കുന്നത്? അതായത് എന്താണ്, എവർട്ടനെതിരെയുള്ള മത്സരത്തിൽ പെനാൽറ്റിക്ക് വേണ്ടിയിട്ട് തല്ലുകൂടിയിട്ടുണ്ടായിരുന്ന ഒരുത്തനാണ് ഈ മധുക്കയും. ഈ മത്സരത്തിൽ തോറ്റിട്ട് തിയാഗോ സിൽവ ഇങ്ങനെ നെഞ്ചി പൊട്ടി കരയുമ്പോൾ പുള്ളി അവിടെ ഇങ്ങനെ ചിരിക്കുകയാണ്. എന്താ, ഇതാണ് ഈ ക്ലബിന്റെ സ്റ്റാൻഡേർഡ്സ്. നോബഡി കെയർസ്. ആ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. വലിയ ഉപകാരം. ആരായാലും കൊണ്ടെത്തിച്ചവർക്ക് വലിയ ഉപകാരമുണ്ട്. അതായത് നമ്മളൊക്കെ ഇങ്ങനെ നെഞ്ചു പൊട്ടിയിരിക്കുകയാണ്. ആ ചെറിയ പ്രതീക്ഷ വെച്ചതുകൊണ്ടാണ് നെഞ്ചു പൊട്ടാനുള്ള ഒരു കാരണം. പിന്നെ സ്വാഭാവികമായിട്ട് ഒരു സെമി ഫൈനലിൽ തോറ്റു കഴിഞ്ഞാൽ ഒരു ഇടങ്ങറുണ്ടാവുമല്ലോ, അതുണ്ടാവുമല്ലോ. പിന്നെ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി കൂടി കണക്കിലെടുക്കുമ്പോൾ ശരിക്കും ഇടങ്ങറുണ്ടാവും. ഇതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു. കാരണം സിറ്റി വേർ ദെയർ ഫോർ ദ ടേക്കിംഗ് എന്നാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് അത് ചെയ്യാൻ സാധിച്ചില്ല. ചാൻസ് ഉണ്ടാക്കിയിട്ട് അത് മുതലെടുക്കാൻ സാധിച്ചില്ല. എന്നിട്ടോ കളി കഴിഞ്ഞിട്ട് ഇമാതിരി തോന്നിയാസം കാഴ്ചവെക്കുക. എന്താടോ കളി കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു വിലതാടോ? ചെറുതായിട്ട് ഒരു ഇത്തിരി വിലതായോ? പിന്നെ ഞാൻ പറയും ഇതാണ് സ്റ്റാൻഡേർഡ്സ്. ഇനി ശരിക്കും സ്റ്റാൻഡേർഡ്സ് എവിടെ നിന്നാണ് പഠിക്കേണ്ടത്? ഇവിടേക്കാണ് ഞാൻ വരുന്നത്. അതായത് പെപ് ഗാർഡിയോള മത്സരത്തിന് ശേഷം ശരിക്കും പിന്നെ റാൻറ്റിൽ പോകുന്ന കാര്യം, ആ ഒരു മോഡിലേക്ക് പോകുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. കാരണം വെച്ചാൽ അവിടെ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്രഞ്ച് ഗെയിം കഴിഞ്ഞിട്ട് 2 ദിവസങ്ങൾ കഴിഞ്ഞുള്ള കാര്യത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ എന്താണ്, ചെൽസിക്കാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ബാക്കി കവൻട്രി ആണെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിലും FA കപ്പിൽ കളിക്കുന്ന ബാക്കിയുള്ള ടീമുകളാണ്, അവർക്കൊക്കെ മിഡ് വീക്കിൽ റെസ്റ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിൽ കവൻട്രിയുടെ കാര്യം വിടുക, അവർ ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്ന ഒരു സൈഡാണ്. അവർക്ക് കാര്യമായിട്ടുള്ള സ്ക്വാഡ് സ്ട്രെങ്ത്തും കാര്യങ്ങളൊന്നും ഇല്ല. അത് നമുക്കറിയുന്നൊരു സംഭവമാണ്. അവർ പഞ്ചിങ് അബവ് ദ വെയിറ്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ യുണൈറ്റഡിൻ്റെയും ചെൽസിയുടെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇഞ്ചുറി പ്രശ്നങ്ങൾ 2 സൈഡിനും കാര്യമായിട്ടുണ്ട്. പക്ഷെ എന്താണ്, സിറ്റി കളിച്ചിട്ടുള്ള പോലെ മിഡ് വീക്കിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. അതിന് ശേഷം 2 ദിവസങ്ങൾക്ക് ശേഷം എന്തിന് മത്സരം വെച്ചു എന്നുള്ളതാണ്, സൺഡേ വെച്ചൂടെ എന്നുള്ളതാണ്. ബ്രോഡ്കാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണോ വെച്ചത് എന്നുള്ളതാണ് പെപ്പ് ചോദിക്കുന്നത്. ഇത് നിരന്തരം ക്ലോപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഒരുപാട് മത്സരങ്ങൾ ബാക്ക് ടു ബാക്ക് സിറ്റി കളിച്ചിട്ടുണ്ട്. ശരിയാണ്, അവർക്ക് സ്ക്വാഡ് ഉണ്ട്. പിന്നെ അത്തരത്തിൽ എന്താ പറയുക, പെപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മാറ്റിയാസ് ന്യൂനസിനൊന്നും ആൾ യൂസ് ചെയ്തിട്ട് പോലില്ല ഈ ഒരു മത്സരത്തിൽ. വളരെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു ചെങ്ങായിയാണ്. അതുപോലെ തന്നെ കോവാച്ചിച്ച് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ എത്ര മിനിറ്റാണ് കളിച്ചിട്ടുള്ളത്? ചെങ്ങായി മത്സരത്തിൽ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാമായിരുന്നു. റീക്കോ ലൂയിസ് ഉണ്ട്, ഓസ്കർ ബോബ് ഉണ്ട്, ഇവരൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യിപ്പിച്ചൂടെ? ഗോമസിനെ പോലെയുള്ള ലെഫ്റ്റ് ബാക്ക് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്.
അപ്പൊ പുള്ളിക്കാരനെ അവരെയൊന്നും യൂസ് ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ പുള്ളി പറയുന്നതിൽ എന്താണ് ഒരു കാര്യമുണ്ട്. കാരണം പ്ലേയേഴ്സിന്റെ ഹെൽത്തിനെ കുറിച്ച് പിന്നെ അദ്ദേഹം പറഞ്ഞത്, കാരണം ഇത് അൺആക്സെപ്റ്റബിൾ ആയിട്ടൊരു സംഭവമാണ്. എന്തുകൊണ്ട് ഞായറാഴ്ച കളിപ്പിച്ചൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവില്ല. അതിനുത്തരവില്ല, ഒരു എക്സ്ട്രാ ഡേ കൂടി അവർക്ക് കിട്ടിയേനെ. അപ്പൊ അങ്ങനെ ഫറ്റീഗ് ആയിട്ടുള്ള, അങ്ങനെ ടയേർഡ് ആയിട്ടുള്ള ഒരു ടീമിനെതിരെ ചെൽസി ചാൻസുകൾ ഉണ്ടാക്കി. പക്ഷേ അതിങ്ങനെ, അതായത് സ്പൂണിൽ വെച്ചിട്ട് ഇങ്ങനെ അണ്ണാക്കിൽ തിരികെ കൊടുത്തു കഴിഞ്ഞാൽ തിന്നൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാ, തിന്നൂല. അതന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സ്റ്റാൻഡേർഡ്സ് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഈ മാൻ സിറ്റി സൈഡ് അവര് അതിൽ തന്നെ കെവിൻ ഡെ ബ്രോയ്ന എന്ന് പറയുന്ന ചങ്ങായി, നമുക്കറിയാം ആള് അൺബിലീവബിൾ ഓൺ ദ ബോൾ ആണെന്നുള്ള കാര്യം അറിയാം. പക്ഷെ പലപ്പോഴും പല ആളുകളും സംസാരിക്കാത്തൊരു സംഭവമുണ്ട്, അദ്ദേഹത്തിന്റെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ്. ഒരു രക്ഷയില്ലാത്ത ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് ആണ്. അത് പെപ്പ് ഡിമാൻഡ് ചെയ്യുന്നൊരു സംഭവമാണ്. അത് വളരെ മനോഹരമായിട്ട് ആ ടീമിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കെവിൻ ഡെ ബ്രോയ്ന എന്ന് പറയുന്ന മനുഷ്യൻ മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ 8 മിനിറ്റോളം ഇഞ്ചുറി ടൈം കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചുറി ടൈമിൽ പോലും ഡ്യൂലുകൾ വിൻ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അദ്ദേഹം 50-50ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പോരാടുന്നു. അപ്പോൾ അത് കെവിൻ ഡെ ബ്രോയ്ന മാത്രമല്ല നടത്തുന്നത്, ബാക്കിയുള്ള പ്ലേയേഴ്സ് ഒക്കെ നടത്തുന്നു. ഇവരൊക്കെ മിഡ് വീക്കിൽ കൂടി കളിച്ചിട്ടുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അപ്പോൾ അതിൽ ഞാൻ എടുത്തു പറയുന്നത് കെവിൻ ഡെ ബ്രോയ്നയുടെ കാര്യമാണ്. കാരണം ആൾ അത്ര മികച്ച രീതിയിലൊന്നല്ല കളിച്ചിട്ടുള്ളത്, മൊത്തം സിറ്റി അത്ര മികച്ച രീതിയിലല്ല കളിച്ചിട്ടുള്ളത്. പക്ഷെ എന്നിട്ടും അവർ ആ വർക്ക് റേറ്റ് കൊടുക്കുന്നു. അതാണ് വർക്ക് എത്തിക് എന്ന് പറഞ്ഞാൽ. അതാണ് ആ ടീമിൽ പെപ്പ് ഗാർഡിയോള ഇൻസ്റ്റിൽ ചെയ്തിട്ടുള്ളത്. അത് എന്ന് ഈ ടീമിൽ ഇൻസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ആ കാര്യത്തിൽ ആലോചിച്ച് പോയത്. കാരണം എന്താ വെച്ചാൽ ആ ഒരു ഗോൾ മാൻ സിറ്റി അടിച്ചിട്ടുള്ളതിൽ അതിൽ മുഡ്രിക്ക് എന്താണ് ചെയ്തത് എന്നുള്ളത് നോക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ്. മുഡ്രിക്ക് എന്താണ് ചെയ്തത് എന്നുള്ളതാണ്. അതായത് വന്നിട്ട് 3 മിനിറ്റ് എങ്ങാനും ആയിട്ടുള്ളൂ, ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് 3 മിനിറ്റ് എങ്ങാനും ആയിട്ടുള്ളൂ. ഇവിടെയാണ് വർക്ക് എത്തിക് എന്ന് പറയുന്ന കാര്യം, പിന്നെ ബുദ്ധിയും അതൊക്കെ അവിടെ ഉണ്ട്. അവിടെ തൻ്റെ ലെഫ്റ്റ് ബാക്കിനെ ഒന്ന് സഹായിക്കാനുള്ള ഒരു ബോധം അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് അവിടെ എന്തുകൊണ്ട് കാഴ്ചവെച്ചില്ല എന്നാണ്. എന്തുകൊണ്ട് കാഴ്ചവെച്ചില്ല? ബെർണാർഡോ സിൽവ അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അതിനുള്ള ബുദ്ധിയും ബോധവും വേണ്ടേ? ശരിയാണ്, അവിടെ ആ ഒരു കെവിൻ ഡെ ബ്രോയ്നയുടെ ബോക്സിലേക്കുള്ള ക്രോസ് തടയാൻ എൻസോ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ശ്രമിക്കണമായിരുന്നു. ഡിസാസിയുടെ ഡിഫെൻഡിങ് ഓഫുൾ ആണ് നമുക്കറിയുന്നതാണ്. അതിനെക്കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കേണ്ട, എന്തിന് ഡിസാസി ഇറക്കി ഗിൽ ക്രിസ്റ്റൽ ഒരു സാഹചര്യത്തിൽ എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ടതായിട്ട് പോച്ചറ്റിനോട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് വർക്ക് എത്തിക് അത് മാൻ സിറ്റിയിൽ നിന്ന് പഠിക്കണം. അതാണ് സ്റ്റാൻഡേർഡ്സ്, അത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി മൊത്തത്തിലുള്ള മുഡ്രിക്കിന്റെ ആ ഒരു പ്രകടനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചു ഇവന് ബുദ്ധി മറ്റേ ഉക്രൈനിൽ വെച്ചിട്ടാണോ വന്നതെന്നുള്ളതാണ്. എന്താണ് കാണിക്കണത് എൻ്റെ പൊന്നു, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണീന്ന് വെള്ളം വരും. അതായത് ആ ഒരു ലാസ്റ്റ് കിട്ടിയ ഫ്രീ കിക്ക് ഉണ്ടല്ലോ ആ ഒരു ഇഞ്ചുറി ടൈമിൽ, അത് എന്താണോ കാണിച്ചത്, എന്താണത്? അതായത് ബെയർ മിനിമം, ഒരു മിനിമം സ്റ്റാൻഡേർഡ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ബോൾ ഒന്ന് ബോക്സിലേക്ക് കൃത്യമായിട്ട് ഡെലിവറി ചെയ്യുക. അത്രേ ചെയ്യേണ്ടതുള്ളൂ. തൻ്റെ ടീംമേറ്റ്സിന് എന്തെങ്കിലും ഒരു ചാൻസ് കൊടുക്കുക അതിൽ മീറ്റ് ചെയ്യാൻ. അത് ഓവർ ഹിറ്റ് ചെയ്യാൻ കാണിച്ചിട്ടുള്ള ആ ഒരു കഴിവുണ്ടല്ലോ, അതിനാണല്ലോ നമ്മൾ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. വാവ്, പോളിസി, നമ്മുടെ മനോഹരമായിട്ടുള്ള പോളിസി. പിന്നെയോ അതിന് മുമ്പ് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു ക്രോസ് ഉണ്ടായിരുന്നു, അതും എല്ലാവരെയും മറികടന്ന് ഓവർ ഹിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അമേസിങ്, വാക്കുകളില്ല പറയാൻ. അമേസിങ്, അത്രേ പറയാനുള്ളൂ. സൈക്കിൾ ജാക്സനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളുടെ ഒരു സ്റ്റാറ്റിൽ തന്നെ നമുക്ക് കൃത്യമായിട്ടും എന്താണ് പരിപാടി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ചെൽസി ഫാൻസിനോട് സ്റ്റാറ്റ് ഒന്നും പറയേണ്ട കാര്യമില്ല, കാരണം വീക്ക് ഇൻ വീക്ക് ഔട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടിയാണല്ലോ. അപ്പോൾ അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ബിഗ് ചാൻസിൽ 32% കൺവേർട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തെക്കാൾ കുറവ് ബിഗ് ചാൻസസ് കൺവേർട്ട് ചെയ്തതിന്റെ റേഷ്യോ ഉള്ളതെന്ന് പറഞ്ഞാൽ ആകെ ഡാർവിൻ ന്യൂനസിന് മാത്രമാണ്. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ 30 അറ്റംപ്റ്റുകളെങ്കിലും ഓൾ കോമ്പറ്റീഷനിൽ നടത്തിയിട്ടുള്ള പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 26 പ്ലേയേഴ്സ് ആണുള്ളത്. അതിൽ 25ാം സ്ഥാനത്താണ് ഈ ബിഗ് ചാൻസ് കൺവേർഷൻ റേറ്റിന്റെ കാര്യത്തിൽ നിക്കോളസ് ജാക്സൺ ഇരിക്കുന്നത്. 26ാം സ്ഥാനത്ത് ഇരിക്കുന്നത് ഡാർവിൻ ന്യൂനസ് ആണ്. 20% മാത്രമേ പുള്ളിക്കാരന്റെ കൺവേർഷൻ റേറ്റ് ഉള്ളൂ. അതിന്റെ ഭവിഷ്യത്ത് ലിവർപൂൾ അനുഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീസണിൽ. അപ്പോൾ നിക്കോ ജാക്സൺ ഇപ്പോൾ എവർട്ടനെതിരെയൊക്കെ മനോഹരമായിട്ടുള്ള ഒരു ഗോൾ അടിക്കുന്നു. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ബിഗ് മത്സരങ്ങൾ ഗോൾ അടിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അത് ബോൾസ് വറക്കുന്നുണ്ടാണ്. അത് നീക്കോയുടെ കാര്യം മാത്രമല്ല, ഈ ചെൽസി പ്ലേയേഴ്സിന്റെ ഒക്കെ കാര്യം അത് തന്നെയാണ്. അതായത് ഇത്തരത്തിലുള്ള ക്രഞ്ച് മത്സരങ്ങളിൽ ബിഗ് സിറ്റുവേഷനിൽ ഡെലിവറി ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ഉറപ്പ് വേണം. ആ ഒരു ഉറപ്പില്ല എന്നുള്ളതാണ്. ഇത് റോ ടാലന്റുകളാണ്, യങ് ഫുട്ബോളേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ ലാക്ക് ഓഫ് ഡിസിപ്ലിൻ ഈ ഒരു സൈഡിൽ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയുന്നതാണ്. ലാക്ക് ഓഫ് ആ ഒരു
സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ മധുക്കൊക്കെ അവിടെ നിന്ന് ചിരിക്കുന്നതൊന്നും അത്ര വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു സീസൺ, ഇത്തരത്തിലുള്ള ഒരു പിന്നെ ഓലക്കമല സീസണായിട്ട് അതും ഒരു സെമി ഫൈനൽ പരാജയപ്പെട്ടിട്ട് അതും മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എന്നിട്ട് നിന്ന് ചിരിക്കണമെങ്കിൽ ചെറിയ ഉളുപ്പൊന്നും പോരാ. അപ്പൊ അങ്ങനെയുള്ള സംഭവം, പിന്നെ അടികൂടാൻ നിൽക്കുന്ന ഈ ഒരു സംഭവം ആളുകളുടെ ഇടയിൽ മൊത്തം ക്ലബിനെ പിന്നെ എംബാരസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കാണിച്ചു കൂട്ടുകയും എന്നിട്ടോ ആവശ്യം വരുമ്പോൾ ഗോൾ അടിക്കാനും പറ്റുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. പിന്നെ നിക്കോ ജാക്സൺ ഇമ്പ്രൂവ് ആകും, അദ്ദേഹത്തിന്റെ ഗെയിമൊക്കെ ഇമ്പ്രൂവ് ആകും, പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചെൽസിക്ക് ഒരു ടോപ്പ് സ്ട്രൈക്കർ ആവശ്യമുണ്ട്. ഊള ബോർഡിനോടാണ് പറയുന്നത്, ഒരു ടോപ്പ് സ്ട്രൈക്കർ ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ആഡ് ചെയ്യുമോ എന്തുകളെ, എക്സ്പീരിയൻസ് ആഡ് ചെയ്യും. കാരണം ഈ പിള്ളേരെ കൊണ്ട് പറ്റൂല, എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് ഈ സൈഡിൽ വേണം. അതിനുള്ള കാര്യം, അതും ഗുഡ് എക്സ്പീരിയൻസ്, അല്ലാതെ എന്താ പറയാ എക്സ്പീരിയൻസിന്റെ കാര്യം കൊണ്ടിട്ട് ഏതെങ്കിലും ഊള പ്ലേയേഴ്സിനെ കുറച്ച് 30 വയസ്സായുള്ള ആൾക്കാരൊന്നും കൊണ്ടുവന്നാൽ പോരാ. ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക സമ്മറിൽ, എന്തെങ്കിലുമൊക്കെ. ആരോട് പറയാനല്ലേ ഇവന്മാരുടെ ഒലക്കവല പോളിസി. ഇനി എന്താന്ന് മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, മത്സരത്തിന് ചില സംഭവ വികാസങ്ങളിലേക്ക് കടക്കാം നമുക്ക്. മാൻ സിറ്റി ഫസ്റ്റ് ഹാഫിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ബിഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോർഡിന് കിട്ടിയിട്ടുള്ള ചാൻസ് ആണ്. അത് ബ്യൂട്ടിഫുൾ ചാൻസ് ആയിരുന്നു. കെവിൻ ഡെ ബ്രൂയ്നെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ചെൽസിയുടെ ഒരു പുവർ കോർണർ എന്നാണ് വരുന്നത്. കോണർ ഗാലഗറിന്റെ കോർണറാണ് അത്. പിന്നെ സിറ്റിയുടെ കൗണ്ടർ അവിടെ സംഭവിക്കുന്നു. അത് ഫസ്റ്റ് മാനെ പോലും ബീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സിറ്റിയാണത് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോർഡൻ എന്ത് വെച്ചാൽ പിന്നെ റൈറ്റിലേക്ക് നീങ്ങി നിൽക്കുന്നുണ്ടായിരുന്ന ഹുലിൻ അൽവാരസിനെ ഒരു ഡയഗണൽ കൊണ്ട് പിക്ക് ചെയ്യുന്നതിന് ശേഷം പിന്നെ ഹുലിൻ്റെ ഫസ്റ്റ് ടച്ച് ഒക്കെ ഗ്രേറ്റ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അപ്പോൾ കുക്കുറെ അദ്ദേഹത്തെ പ്രസ് ചെയ്യുന്നുണ്ട്. അവിടെ ബോൾ അദ്ദേഹം പിന്നെ സെക്യൂർ ചെയ്യുന്നതിന് ശേഷം കെവിൻ ഡെ ബ്രൂയ്നക്ക് പാസ് കൊടുക്കുന്നു. കെവിൻ ഡെ ബ്രൂയ്ന ആ ഒരു പിന്നെ ബോക്സിൻ്റെ പുറത്ത് നിൽക്കുകയാണ് ആ ഒരു 10 റോളിൽ. എന്നതിന് ശേഷം ഫോർഡിൻ്റെ റൺ അദ്ദേഹം പിക്ക് ചെയ്യാണ്. മനോഹരമായിട്ടുള്ള റണ്ണാണ് ഫോർഡ് നടത്തിയിട്ടുള്ളത്. ആ ഒരു പിന്നെ ബോക്സിൻ്റെ എഡ്ജിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു ആംഗിൾ റണ്ണ് ബോക്സിലേക്ക് കടന്നു. അത് പിക്ക് ചെയ്യുന്നു കെവിൻ ഡെ ബ്രൂയ്ന ബ്യൂട്ടിഫുൾ ആയിട്ട്. അപ്പോൾ 1-on-1 സിറ്റുവേഷൻ ആണ്. ഫോർഡിന് അത്ര അവിടെ ഒരു കൺവിക്ഷൻ ഇല്ലാതെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ടച്ച് അദ്ദേഹത്തെ പിന്നെ കീപ്പറിനെ റൗണ്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴേക്കും എന്താണ് ആ ആംഗിൾ കംപ്ലീറ്റ്ലി പിന്നെ മിസ്സായി പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു സിറ്റി സംബന്ധിച്ചോളം. അത് അവിടെ ഫോർഡിന് എടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം. ഇനി ചെൽസി സംബന്ധിച്ചിടത്തോളം ലൈനപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റഹീം സ്റ്റേർലിംഗ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ എനിക്കുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ റഹീം സ്റ്റേർലിംഗിനെ നമ്മൾ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ തന്നെ ഒരു തരത്തിലും റേറ്റ് ചെയ്യുന്നില്ല. എങ്കിലും സിറ്റിക്കെതിരെ ഇപ്പോൾ ആള് ഒരു വാക്കറിനെതിരെയൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ അല്ലേ ആളെ യൂസ് ചെയ്യിപ്പിക്കായിരുന്നു. ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് അല്ല ചെൽസിക്ക് വേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ സ്റ്റിൽ ഈ മത്സരത്തിൽ വേണമെങ്കിൽ കളിപ്പിക്കാമായിരുന്നു. കാരണം മധുക്കേനൊക്കെ കളിപ്പിക്കുന്നതിന് പകരം റഹീമിക്കേനെ കളിപ്പിക്കാമായിരുന്നു. അപ്പോൾ എന്തായാലും അത് സംഭവിക്കുന്നില്ല. അങ്ങനെ കോണ ഗാലഗറാണ് ലെഫ്റ്റിൽ കളിക്കുന്നുണ്ടായിരുന്നത്. എൻസോ കാസേഡോ മിഡ്ഫീൽഡ് പിവോട്ട്, പിന്നെ പാമർ ആ ഒരു 10 റോള്, റൈറ്റിൽ മധുക്കെ, ജാക്സൺ സ്ട്രൈക്കറായിട്ട്. ഡിഫൻസിലേക്ക് നോക്കി കഴിഞ്ഞാൽ ചലബയും പിന്നെ തിയാഗോ സിൽവയും സ്റ്റാർട്ട് ചെയ്യുന്നു. ലെഫ്റ്റ് ബാക്കായിട്ട് കുക്കുറെ, റൈറ്റ് ബാക്കായിട്ട് ഗുസ്തോ പെട്രോവിച്ച് കീപ്പറായിട്ട്. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് പിന്നെ ഡിഫൻസിലൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺസ് കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അക്കാൻജിയാണ് മിഡ്ഫീൽഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. റോഡ്രി സ്റ്റാർട്ട് ചെയ്യുന്നു. ബെർണാർഡോ സിൽവ റൈറ്റ് വിങ്ങിൽ, ലെഫ്റ്റ് വിങ്ങിൽ ഗ്രീലിഷ്, പിന്നെ 2 10കളായിട്ട് അല്ലെങ്കിൽ 2 അഡ്വാൻസ് 8കളായിട്ട് കളിക്കുന്നത് പിന്നെ കെവിൻ ഡെ ബ്രൂയ്നയും ഫോർഡനുമാണ്. അപ്പോൾ കെവിൻ ഡെ ബ്രൂയ്ന ആദ്യം ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം മത്സരത്തിൽ ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഗ്വാർഡിയോൾ ഉണ്ടായിരുന്നില്ല, പകരം നഥാൻ ആക്കി സ്റ്റാർട്ട് ചെയ്തിരുന്ന ആൾ ഫ്രഷ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൈൽ വാക്കർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റൈറ്റ് ബാക്ക് ആയിട്ട്. അപ്പോൾ ഇത്തരത്തിലാണ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പിന്നെ റയലിനെതിരെ കളിച്ചിട്ടുള്ള ഭൂരിഭാഗം മിനിറ്റ്സും കളിച്ചിട്ടുള്ള പല പ്ലേയേഴ്സും ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ടയർഡ്നെസ് നമുക്ക് തുടക്കത്തിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ പാസിങ്ങിലൊന്നും ആ ഒരു ക്രിസ്പ്നെസ് ഉണ്ടായിരുന്നില്ല, ആ ഒരു ഷാർപ്നെസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ടും മത്സരം തുടങ്ങുമ്പോൾ പിന്നെ കുക്കുറയുടെ ഒരു മോശം ബാക്ക് പാസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തിയാഗോ സിൽവയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തിയാഗോ സിൽവ ഡൈവ് ചെയ്ത് ടാക്കിൾ ചെയ്ത് രക്ഷപ്പെട്ടു പോകുമായിരുന്നു. കെവിൻ ഡെ ബ്രൂയ്ന അതിലേക്ക് അപ്രോച്ച് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ആവശ്യമില്ലാതെ പിന്നെ പതറുന്ന ഒരു സാഹചര്യം. പിന്നെ തിയാഗോ സിൽവ തന്നെ സ്റ്റംബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ അതിജീവിച്ചു. പിന്നെയാണ് പിന്നെ കോണ ഗാലഗർ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നല്ല രീതിയിൽ പ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം കൈൽ വാക്കറിനെ പ്രസ് ചെയ്യുന്നു, എന്നിട്ട് റോഡ്രിയും പ്രസ് ചെയ്യുന്നു. അത്തരത്തിൽ ബോൾ അവിടെ ചെൽസി വിൻ ചെയ്യുന്നുണ്ട്. പാമർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ റൺ ചെയ്തുള്ള നിക്കോ ജാക്സനെ പിക്ക് ചെയ്യാണ്. നിക്കോ ജാക്സൺ ബോക്സിലേക്ക് എത്തിയതിനു ശേഷം അതിന്റെ ഷൂട്ടിംഗ് എബിലിറ്റി മനോഹരമാണ് നമുക്കറിയുന്നതാണ്. അദ്ദേഹം ഷൂട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ വീണു പോകുന്നു, അങ്ങനെ ഷൂട്ട് അടിക്കുന്നു. അത്
ചാൻസ് മിസ്സാകുന്നു. അതൊരു ഡിഫിക്കൽട്ട് ആംഗിളാണ്. പക്ഷേ സ്റ്റിൽ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തിനാണ് അവ വീഴുന്നത്, അല്ലെങ്കിൽ ഷൂട്ടിൽ ഒരു കൺവിക്ഷനും ഇല്ലാത്തൊരു സ്ട്രൈക്കർ. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിയുന്നു. പിന്നെയാണ് ഈ 13ാമത്തെ മിനിറ്റിലുള്ള ഈ കെവിൻ ഡെ ബ്രൂയിനയുടെ ആ ഒരു ചാൻസ് ക്രിയേഷൻ നമ്മൾ കാണുന്നത്. ഗ്രേറ്റ് പാസ്. പിന്നെ ചലോബയുടെ ഒരു കട്ട് ബാക്ക് റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നു, പാമറിലേക്ക് എത്തുന്നു. പാമറിന്റെ ഗ്രേറ്റ് ഫീറ്റ് നമ്മൾ അവിടെ കാണാണ്. ഗ്രേറ്റ് ഫീറ്റ്. റോഡ്രിയുടെ പാരിപ്പളകി അവിടെ ആ ഒരു ബോള് പിന്നെ ലെഫ്റ്റ് ഫുട്ടിൽ നിന്ന് റൈറ്റ് ഫുട്ടിലേക്ക് എടുത്തുള്ള കാര്യത്തിൽ റോഡ്രി ഇല്ലാണ്ടായി. അപ്പോൾ റോഡ്രി അവിടെ പാമറിനെ പിടിക്കാനുള്ള ശ്രമം നടന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ കൈ മാറ്റുന്നു. പാമറിന്റെ അറ്റംപ്റ്റ്, ലെഫ്റ്റ് ഫുട്ട് കൊണ്ടുള്ള അറ്റംപ്റ്റ് അദ്ദേഹം പാസ് ചെയ്തിട്ട് ഗോളാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒട്ടേക സേവ് ചെയ്യാണ്. അപ്പോൾ അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പാമർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമായിട്ട് നമുക്കതിനെ കണക്കാക്കാൻ പറ്റും. അപ്പോൾ അത് പിന്നെ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പിന്നെ ഇതിനിടയിൽ ചെൽസി, ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ ഡിസിഷൻ മേക്കിംഗ്, ഫൈനൽ തേർഡിലുള്ള ടച്ച് ഒക്കെ പ്രശ്നമായിരുന്നു. ഇപ്പോൾ കൈസയുടെ ഒക്കെ ആ ഫൈനൽ തേർഡിലേക്ക് എത്തിയുള്ള സാഹചര്യം, അതിൻ്റെ ടച്ചിലുള്ള പ്രശ്നം, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. സ്ഥിരം സംഭവം തന്നെ. പിന്നെ 29ാമത്തെ മിനിറ്റിലാണ് നിക്കോ ജാക്സന് കിട്ടിയിട്ടുള്ള ഒരു ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ കാണുന്നത്. ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി. എൻസോ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വളരെ ബിലോ ആവറേജ് ഗെയിമാണ് നമുക്ക് അദ്ദേഹത്തിന് ഭാഗത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒട്ടും കൺവിക്ഷൻ ഇല്ലാതെയാണ് എൻസോ കളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ആ ഒരു സ്പോർട്സ് ഹെർണി ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. അദ്ദേഹത്തിന് ആ ഒരു ഓപ്പറേഷൻ ആവശ്യമുണ്ട് എന്നുള്ളത് വാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നം അദ്ദേഹത്തിനുണ്ട്. അത് എന്തുകൊണ്ട് ഇതുവരെ സർജറി നടത്തിയില്ല എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ എവർട്ടൺ മത്സരത്തിലൊന്നും ആൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആള് ഡ്യൂലുകൾ വിൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും വളരെ മോശമായിരുന്നു. അത്ര 2 ഡ്യൂലുകൾ എങ്ങാനോ വിൻ ചെയ്തിട്ടുള്ളൂ, 9 ഡ്യൂലുകൾ എങ്ങാനോ അറ്റംപ്റ്റ് ചെയ്തിട്ട്. പിന്നെ പാസിംഗ് ആക്യുറസി 77% എങ്ങാനോ ആയിരുന്നു. അതൊന്നും അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമേ അല്ല എന്നുള്ള മകരം. പക്ഷെ അദ്ദേഹം എന്തൊക്കെയോ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെ മോശം പെർഫോമൻസ് എൻസോ കാഴ്ചവെച്ചിട്ടും അദ്ദേഹം ഈ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ഡീപ്പായിട്ടുള്ള ഏരിയയിൽ നിന്നുള്ള ഈ മാൻ സിറ്റിയുടെ ഹൈലൈനെ ബ്രീച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബ്യൂട്ടിഫുൾ ബോൾ എൻസോ കൊടുക്കുകയാണ്. അപ്പോൾ നിക്കോ ജാക്സൺ ആ ഒരു ചെൽസിയുടെ ഏരിയയിൽ നിന്ന് റൺ ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഓഫ് സൈഡ് ആകില്ല. സ്റ്റോൺസ് ഓഫ് സൈഡിന് വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തുന്നത്. എങ്ങനെ ഓഫ് സൈഡ് ആകും? കാരണം ആ ഒരു ഏരിയയിൽ നിന്നാണ്, ചെൽസിയുടെ ഏരിയയിൽ നിന്നാണ്. പിന്നെ 1-on-1 സിറ്റുവേഷൻ, സ്റ്റോൺസും അതുപോലെ തന്നെ വാക്കറും പിന്നാലെ ഓടി നോക്കുകയാണ്. ജാക്സൺ 1-on-1 സിറ്റുവേഷൻ. അദ്ദേഹത്തിന്റെ ടച്ച് ഇങ്ങനെ സ്ലോ ആയി വരുന്നുണ്ട്. ഓരോ ടച്ച് എടുക്കുമ്പോഴും കാര്യങ്ങൾ മൊത്തത്തിൽ സ്ലോ ആയി വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ ടെൻഷൻ വരികയാണ്, ആ ഒരു അൺസർട്ടനിറ്റി വരികയാണ്. തന്റെ മനസ്സിലൂടെ എന്തൊക്കെയോ 100,000 കാര്യങ്ങൾ പോയിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അവിടെ ജാക്സൺ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതോട് കൂടിയിട്ട് ഈ 1-on-1 സിറ്റുവേഷൻ പിന്നെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാവും എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒർട്ടേഗ ഒന്ന് കയറി വരുന്നു. അതോട് കൂടിയിട്ട് ജാക്സന്റെ കാറ്റ് പോയി. പുള്ളിക്കാരൻ കീപ്പറിനെ റൗണ്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. റൗണ്ട് ചെയ്തോട് കൂടിയിട്ട് ആ ലെഫ്റ്റ് സൈഡിലേക്ക് പോവാണ്. പിന്നെ ആംഗിൾ ഇല്ല. എന്നിട്ട് അവിടെ ബോക്സിലേക്ക് റൺ ചെയ്ത് വരുന്നുണ്ട്. ആരൊക്കെ? ഗാലഗറും അതുപോലെ തന്നെ പാമറും. അതിൽ ഒരാളെങ്കിലും പിക്കാൻ പറ്റില്ല. നേരെ സിറ്റി പ്ലേയേഴ്സിന് പാസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എന്തെന്നാ പറയേണ്ടത്? ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അതാ പറഞ്ഞത്, എൻസോ വളരെ മോശമായിട്ട് കളിക്കുന്ന മത്സരത്തിലും ഇത്തരത്തിലുള്ള ഒരു ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളതാണ്. ഇനി അതിലെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കെവിൻ ഡെ ബ്രൂയിൻ ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഫസ്റ്റ് ഹാഫിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഹാഫിലെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നില്ല ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഹാഫിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സിറ്റി സംബന്ധിച്ചിടത്തോളം ആ 5 അറ്റംപ്റ്റുകൾ അവർ നടത്തിയിട്ടുള്ളൂ. അതിൽ ഒരെണ്ണം പോലും അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു. ചെൽസി ഫസ്റ്റ് ഹാഫിൽ 4 അറ്റംപ്റ്റുകൾ നടത്തി. അതിൽ 3 ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു. കോച്ചിന്റെ ഓഫ് ദ ബോൾ സെറ്റപ്പ് നല്ലതായിരുന്നു. കാരണം എന്താ വെച്ചാൽ സിറ്റി കാര്യമായിട്ട് സ്പേസ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ ഒരു മിഡ് ബ്ലോക്ക് ഏരിയയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് പ്രസ് ചെയ്യുന്നു. ലോ ബ്ലോക്ക് ഒന്നും ആയിരുന്നില്ല, മിഡ് ബ്ലോക്ക് ഏരിയ. എന്നിട്ട് എന്താണ്, അവിടെ നിന്ന് പ്രസ് ചെയ്തിട്ട് വിൻ ചെയ്തിട്ട് ട്രാൻസിഷനിൽ അറ്റാക്ക് ചെയ്യുക. നല്ല തന്ത്രം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ടയർഡ് ആയിട്ടുള്ള സിറ്റിക്കെതിരെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, വിങ്ങർമാരൊക്കെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് അത്തരത്തിൽ ചില സാഹചര്യങ്ങൾ 6 at the back ഒക്കെ ആകുന്ന സാഹചര്യം നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു കാര്യത്തിൽ. പിന്നെ ബിൽഡപ്പിലാണെങ്കിൽ ഈ സിറ്റിയുടെ പ്രശ്നമൊക്കെ മറികടന്ന് പോകാനും ചെൽസിക്ക് സാധിക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അതിൽ ഇപ്പോൾ ചില സാഹചര്യങ്ങൾ കൈസേഡോ ഡീപ്പ് ഏരിയയിൽ വന്നിട്ട് ബോൾ റിസീവ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻസോ ഡീപ്പ് ഏരിയയിൽ നിന്ന് റിസീവ് ചെയ്യുന്നത്. എൻസോ തുടക്കത്തിലൊക്കെ പാസിംഗിലും കാര്യത്തിലൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഗെയിമിൽ ഇൻവോൾവ് ആകുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിൽ ബിൽഡപ്പിലൊന്നും കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ശരിയാണ്, പ്ലേയേഴ്സിന്റെ ആ ഒരു ബ്രെയിൻ ഫാട്ട് മൊമെന്റ്സ് ഇടയ്ക്കൊക്കെ ചെൽസിക്ക് സംഭവിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ചെൽസി ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഈ ടയർഡായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റി ഒരു 60 മിനിറ്റിന് ശേഷം അപ്പർ ഹാൻഡ് എടുക്കുന്നത് നമ്മൾ കണ്ടു. അതിനെതിരെ ഒരു നീക്കം നടത്താനൊന്നും കോച്ചിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം. അതിലേക്കൊക്കെ നമുക്ക് വരാം. എന്നിട്ട് സെക്കൻഡ് ഹാഫിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? സിറ്റിയുടെ ഫറ്റീഗ് അവർക്ക് പ്രശ്നമാകും എന്നുള്ളതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ചെൽസിയുടെ ഒരു യൂഷ്വൽ സ്വഭാവമുണ്ട് പൊച്ചറ്റീനോയുടെ കീഴിൽ സെക്കൻഡ് ഹാഫിൽ ദുരന്തമാവുക എന്നുള്ളത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ ചെൽസി അത്തരം ദുരന്തം സംഭവം കാഴ്ചവെക്കുന്നില്ല എന്ന് മാത്രമല്ല, ചെൽസി നല്ല ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതിനിടയിൽ സ്റ്റോൺസ് ശരിക്കും ഇടങ്ങറായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പൂർണ്ണമായിട്ടും മാച്ച് ഫിറ്റ് അല്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആളുടെ ഫിറ്റ്നസിന് പ്രശ്നമുണ്ട്. ആൾക്ക് പിന്നെ ഓടാൻ പറ്റുന്നില്ല, ആരെയും പിടിക്കാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിന്റെ അടുത്ത് ബോളുകൾ പോകുന്ന സാഹചര്യം. എന്നിട്ട് ഒരു ബ്ലോക്ക് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. സ്റ്റോൺസിനെ പിൻവലിക്കുന്നു ഗാർഡിയോള, റുബൻ ഡിയാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഹാഫ് ടൈമിൽ. അങ്ങനെ ചെൽസി അക്കാഞ്ചിയെ പ്രസ് ചെയ്യാണ്.
പിന്നെ ആൾ ബോൾ പിന്നെ റിസീവ് ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെ അക്കാഞ്ചി ചെയ്ത് തിരിച്ച് റോഡ്രിക്ക് കൊടുക്കുകയാണ്. റോഡ്രിയുടെ ബാക്ക് പാസ്, ഒർട്ടേക്ക് കൊടുത്തുള്ള ബാക്ക് പാസ് എന്ന് പറഞ്ഞാൽ അത് ലിഫ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, ഒരു കൺവിക്ഷനും ഇല്ലാതെ. അതായത് റോഡ്രിയൊക്കെ പതറിയിട്ടായിരുന്നു, കാരണം ആ ഫറ്റീഗ് തന്നെയാണ് പ്രധാന പ്രശ്നം. അപ്പോൾ അങ്ങനെ റോഡ്രിയൊക്കെ നിരന്തരം മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ശരിയാണ്, ഈ റയലിന് മുമ്പായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് റെസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ ആളുടെ ഒരു സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രകടനം നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ഒർട്ടേഗയുടെ ക്ലിയറൻസ് നേരെ ചെന്ന് വീഴുന്നത് മധൂക്കേൻ്റെ കാലുകളാണ്. മധൂക്കെ പിന്നെ അതായിട്ട് മുമ്പോട്ട് വന്നിട്ട് ഒരു അടി, ഒരു കൺവിക്ഷനും ഇല്ലാത്ത അടി, ടാർഗറ്റിലെങ്കിലും അടിച്ചൂടെ. പിന്നെയാണ് മത്സരത്തിലെ നിക്കോ ജാക്സന്റെ ആ ഒരു മനോഹരമായിട്ടുള്ള 2 ഇടപെടലുകൾ നമ്മൾ കാണുന്നത്. അതിൽ എൻസോ ഫെർണാണ്ടസ് ഡീപ്പ് ഏരിയയിൽ നിന്ന്, ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ നിന്ന് ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിൽക്കുന്ന കോന ഗാലഗറിനെ പിക്ക് ചെയ്യാണ്. കോന ഗാലഗറിന്റെ ടച്ച് അവിടെ മനോഹരമാണ്. റോഡ്രിയെ നട്ട്മഗ് ചെയ്യുന്നു കോന ഗാലഗർ. അങ്ങനെ അത് കോന ഗാലഗർ പിന്നെ നിക്കോ ജാക്സനെ പിക്ക് ചെയ്യുന്നു. നിക്കോ ജാക്സൺ അഗെയിൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അദ്ദേഹം ഇത്തവണ ഷോട്ട് അടിക്കുന്നു. കഴിഞ്ഞ തവണ ഷോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇത്തവണ ഷോട്ട് അടിക്കുന്നു നേരെ ഒർട്ടേഗയുടെ കൈകളിലേക്ക്. ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. വീണ്ടും അദ്ദേഹത്തിന് അത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. അവിടെ നിന്ന് ആ ബോൾ റൈറ്റ് സൈഡിൽ ബോക്സിൽ പിക്ക് ചെയ്യുന്നത് കോൾ പാമറാണ്. കോൾ പാമർ എന്നതിന് ശേഷം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോൾ ഡെലിവറി ചെയ്ത് കൊടുക്കുകയാണ്. അതായത് പ്ലേറ്റിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് ആ ബോൾ ഇങ്ങനെ ഫാർ പോസ്റ്റിലേക്ക് ഇങ്ങനെ ഉയർത്തി കൊടുക്കുന്നു. ജാക്സൺ ചോളം ഒന്ന് കൺവിക്ഷനോട് കൂടിയിട്ട് ഹെഡ് ചെയ്താൽ മതി. ഒട്ടും കൺവിക്ഷൻ ഇല്ലാതെ ഒരു തരത്തിലും ആള് എന്താ പറയാ, ബോൾ തലയിലേക്ക് വന്ന് വീഴുന്നത് പേടിയുള്ള പോലത്തെ തരത്തിലുള്ള ഒരു ഹെഡറാണ് അവിടെ കാണിച്ചു വെച്ചത്. എന്ത് തേങ്ങയാണ് കാണിച്ചത് കൃത്യമായിട്ട് എനിക്കൊരു ധാരണയില്ല. അങ്ങനെ നേരെ ഒർട്ടേഗ വളരെ കംഫർട്ടബിളായിട്ട് സേവ് ചെയ്യുന്നു. എന്തൊരു ചാൻസ് ആണത്. അവിടെയും കൈൽ വാക്കർ പൊസിഷനിങ് പ്രശ്നമായിരുന്നു. കൈൽ വാക്കറിനെയാണ് അവിടെ നിക്കോ ജാക്സൺ ബീറ്റ് ചെയ്തത്. അതേപോലെ തന്നെ തുടക്കത്തിലുള്ള ഒരു ചാൻസിലും കൈൽ വാക്കറിന്റെ പൊസിഷനിൽ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതായിരുന്നു ചെൽസിക്ക് വൺസ് അഗെയിൻ മത്സരത്തിൽ ലീഡെടുക്കാനുള്ള സുവർണ അവസരം. അങ്ങനെ അത് കഴിയുന്നു. 53-ാമത്തെ മിനിറ്റിലാണ് സിറ്റിയുടെ ബെസ്റ്റ് മൂവ് നമ്മൾ കാണുന്നത്. ബാക്ക് ടു ഫ്രണ്ട് അവർ മനോഹരമായിട്ട് ബിൽഡ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ആ റൈറ്റ് സ്പേസിലൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ബിൽഡ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാണ്. അപ്പോൾ അതിൽ ബെർണാർഡോ സിൽവ ഒക്കെ ഇൻവോൾവ് ആണ്. അപ്പോൾ അങ്ങനെ ആ ഒരു യൂഷ്വൽ സിറ്റിയുടെ ഫുട്ബോൾ നമ്മളിവിടെ കാണുന്നതിന് ശേഷം അവർ റൈറ്റിൽ നിന്ന് ബോക്സ് ബോൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ റോഡ്രിയാണ് അത് ഷിഫ്റ്റ് ചെയ്യുന്നത്, ഗ്രീലിഷിലേക്ക് എത്തുന്നു. എന്നിട്ട് ഗ്രീലിഷ് എന്താണെന്ന് വെച്ചാൽ ബോക്സിലേക്ക് അത് ക്രോസ് ചെയ്ത് കൊടുക്കണം, ലോ ക്രോസ് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫോർഡനിലേക്ക് എത്തുന്നു. എന്നിട്ട് ഗ്രീലിഷ് അത് ബോക്സിലേക്ക് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു. ഫോർഡന്റെ അടുത്തേക്കാണ് എത്തുന്നത്. ഫോർഡൻ അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഫോർഡന്റെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് അവിടെ പെട്രോവിച്ച് സേവ് ചെയ്യാണ്. അങ്ങനെ ചെൽസി അവിടെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു കാര്യം നമ്മൾ കാണാണ്. പിന്നെയാണ് 54-ാമത്തെ മിനിറ്റിൽ മത്സരത്തിലെ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് പറക്കുന്നത്. ചെൽസിക്ക് ഒരു ഫ്രീ കിട്ടുന്നു. കോൾ പാമറാണ് ആ ഫ്രീ എടുക്കുന്നത്. ബോക്സിന്റെ പുറത്തു നിന്ന് ആ ഒരു പിന്നെ എന്താ പറയുക, ചെൽസിയുടെ റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്നാണ് ആ ഒരു ഫ്രീ കിക്ക് എടുക്കുന്നത്. പാമർ തന്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അടിക്കുന്നു. ആ സാധനം കൃത്യമായിട്ടും വാളിൽ നിൽക്കുന്ന ഗ്രീലിഷിന്റെ കൈകളിൽ തട്ടുന്നുണ്ടെന്ന് മാത്രമല്ല, ഇത്രയും ബ്ലേറ്റന്റ് ആയിട്ടുള്ള ഒരു പെനാൽറ്റി നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് പെർഫെക്റ്റ് ഹാൻഡ് ബോൾ സിനാരിയോ ആണ്, പെർഫെക്റ്റ് പെനാൽറ്റി സിനാരിയോ ആണ്, ക്ലീൻ. അത് എന്തുകൊണ്ടാണ് അത്തരത്തിൽ പറയുന്നത് വെച്ചാൽ കൃത്യമായിട്ടുള്ള ഹാൻഡ് മൂവ്മെന്റ്. അപ്പോൾ അവിടെ കൃത്യമായിട്ടും ഇന്റൻഷണൽ ഹാൻഡ് മൂവ്മെന്റ്, അത് നാച്ചുറൽ പൊസിഷനോ കാര്യമൊന്നുമല്ല. ആ ബോൾ വരുന്ന സാഹചര്യത്തിൽ അതും നല്ല ഡിസ്റ്റൻസ് നിന്നാണ് അടിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ടും ആള് അവിടെ കൈ ബോളിലേക്ക് നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് ഒരു പെർഫെക്റ്റ് ഹാൻഡ് ബോൾ ആക്കുന്നത്. എന്നിട്ടോ മൈക്കൽ ഒലിവർ എന്ന് പറയുന്ന മനോഹരനായിട്ടുള്ള, സുന്ദരനായിട്ടുള്ള, സുമുഖനായിട്ടുള്ള, സുഷ്മേധ വദനനായിട്ടുള്ള ആ ഒരു റെഫറി അത് കോർണർ പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് VR ചെക്ക് ചെയ്തിട്ട് പോലും അത് കോർണറിലേക്ക് എത്തുന്നില്ല. VR എന്താ ചെക്ക് ചെയ്തെന്നുള്ളത് എനിക്കറിയില്ല. അതായത് വല്ലവന്റെയും ആസനത്തിൽ റഡാർ വെച്ചിട്ടുള്ള VAR എന്ത് തേങ്ങയാണ് അവിടെ ചെയ്തെന്നുള്ളതിന്റെ ഒരു ധാരണ എനിക്കില്ല. എന്താണിത്? എന്തിനാണ് VR? എന്തിനാണ് ടെക്നോളജി? ഇത്തരത്തിലുള്ള ബിഗ് മത്സരങ്ങളിൽ, വെംബ്ലിയിലുള്ള ഒരു FA കപ്പ് സെമി ഫൈനൽ മത്സരത്തിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിന് ടെക്നോളജി? എന്തുകൊണ്ട് മൈക്കൽ ഒലിവറിനോട് പോയി സ്ക്രീനിൽ നോക്കാൻ പറഞ്ഞില്ല? അവിടെ കൃത്യമായിട്ടും ഇത്രയും ബ്ലേറ്റന്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ബോൾ കിട്ടിയിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കൃത്യമായിട്ടും ആ ഒരു ഡിസിഷൻ ചെൽസിക്കെതിരെ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണാണ്. അങ്ങനെ 54-ാമത്തെ മിനിറ്റിൽ ആ ഒരു ഇൻസിഡന്റ് കഴിയുന്നു. പിന്നെ 66-ാമത്തെ മിനിറ്റിൽ ഡോക്കുനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഗ്രീലിഷിന് പകരമായിട്ട്. ഡോക്ക് വന്നിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി നമ്മൾ കണ്ടു. റയൽ മാഡ്രിഡിനെതിരെയും ചങ്ങായി ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ലെഫ്റ്റ് വിങ്ങിൽ ശരിക്കും ഗുസ്റ്റോയെ സംബന്ധിച്ചോളം കാര്യങ്ങൾ ഇടങ്ങറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗുസ്റ്റോയെ വളരെ ഈസിലി മറികടന്ന് പോയിട്ട് ഡോക്കു അടിച്ചിട്ടുള്ള ഒരു ഷോട്ട് പെട്രോവിച്ച് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്കു അഗെയിൻ ഗുസ്റ്റോക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹൂലിയൻ അൽവാരസിനെ ബോക്സിൽ പിക്ക് ചെയ്തിട്ട് ഹൂലിയൻ അൽവാരസിന് അത് കെവിൻ ഡെ ബ്രൂയ്നെക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ റൈറ്റ് ഫുട്ട് കൊണ്ടുള്ള ഒരു പിന്നെ സൈഡ് ഫുട്ടഡ് ഷോട്ട് പുറത്തേക്ക് പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഈ 79-ാമത്തെ മിനിറ്റിൽ ഗുസ്റ്റോക്ക് എന്തോ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. ഗുസ്റ്റോക്ക് വയ്യാതായിക്കാണ്. ആളും പൂർണ്ണമായിട്ടും മാച്ച് കിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. ഒരു ഇഞ്ചുറി കഴിഞ്ഞിട്ട് വന്നിട്ടല്ലേ ഉള്ളൂ, പടത്തിലേ വന്നിട്ടുള്ളൂ. അങ്ങനെ മുഡ്രിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അപ്പോഴാണ് പൊച്ചറ്റിനോ എടുക്കുന്നത്. അങ്ങനെ മധൂക്കേനെ പിൻവലിക്കുന്നു, മുഡ്രിക്കിനെ കൊണ്ടുവരുന്നു, ഡിസാസിയെ കൊണ്ടുവരാണ് ഗുസ്റ്റോക്ക് പകരമായിട്ട്. ഡിസാസി
ഡിസാസിയെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ചലബ മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കോബ്ഹാമിൽ നിന്നുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടുള്ള ചലബ അവിടെ ഉള്ള സാഹചര്യത്തിൽ എന്തിന് ഡിസാസിയെ ഇത്രയും പൈസ കൊടുത്തുകൊണ്ട് സൈൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബോർഡിന്റെ സുന്ദരമായിട്ടുള്ള മറ്റൊരു മനോഹരമായിട്ടുള്ള ഡിസിഷൻ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചലബ ഭീകരമായിട്ടുള്ളൊരു ഡിഫൻഡർ ഒന്നുമല്ല, പക്ഷേ ഡിസാസിയുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇത്രയും പൈസ കൊടുത്തുകൊണ്ടുള്ള ഡിസാസിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ചലബ എത്രയോ ബെറ്റർ ആണ്. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഒന്നുകിൽ ചലബയെ റൈറ്റ് ബാക്ക് ആയിട്ട് കളിപ്പിക്കുക, കാരണം ഡിസാസി റൈറ്റ് ബാക്ക് ആയി കഴിഞ്ഞാൽ ദുരന്തമാണ് നമുക്കറിയുന്നതാണ്. മാത്രമല്ല ഡോക്കുവിന് വളരെ സിമ്പിളായിട്ട് ചങ്ങായി മറികടന്ന് പോകാൻ പറ്റും. കാരണം ഈ ഡിസാസിയുടെ ടേണുകളും കാര്യങ്ങളൊക്കെ പ്രശ്നമാണ്. ഡോക്കുവിനെ ആളെ ട്വിസ്റ്റ് ചെയ്ത് പണ്ടാറടക്കാൻ പറ്റും. അല്ലെങ്കിൽ ആൽഫി ഗിൽക്രിസ്റ്റ് ഉണ്ട്, ആ ഒരു ഗോളൊക്കെ അടിച്ചിട്ട് തന്റെ ഫസ്റ്റ് ഗോളൊക്കെ അടിച്ചിട്ട് ഭീകരമായിട്ടുള്ള സെലിബ്രേഷനൊക്കെ കാഴ്ചവെച്ചിട്ട് ഒടുക്കത്തെ മൊറാലിരിക്കുന്ന ആൽഫി ഗിൽക്രിസ്റ്റിനെ വേണമെങ്കിൽ കളിപ്പിക്കാം. അല്ലെങ്കിൽ കുക്കുറെ അവിടെയൊക്കെ വിട്ടിട്ട് ചിൽവലിനെ വേണമെങ്കിൽ ഇൻട്രോഡ്യൂസ് ചെയ്യാം. അതൊന്നും ചെയ്യാതെ ഡിസാസിയെ പിടിച്ചിറക്കുന്നു. പോച്ചേ, ഒന്നും പറയാനില്ല. പിന്നെ ഡോക്കുവിനെ പിടിച്ചാൽ കിട്ടുന്ന ഡിസാസിക്ക് അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ പോച്ചറ്റിനൊക്കെ മാത്രം മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ ലേറ്റ് ആയിട്ടുള്ള സബ്സ്, മുഡ്രിക് വരുന്നതോടെ മുഡ്രിക് ലെഫ്റ്റിലേക്ക് നീങ്ങുന്നു, പിന്നെ റൈറ്റിൽ കോൾ പാമർ കളിക്കുന്നു, ഗാലഗർ ആ ഒരു 10 റോളിൽ കളിക്കുന്ന സാരി നമ്മൾ കാണാണ്. പിന്നെ 84-ാമത് മിനിറ്റ് ഡോക്കു വന്നിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല, 18 മിനിറ്റ് അങ്ങനെ ഉള്ളൂ. 84-ാമതിൽ ഡോക്കുവിന്റെ ഇൻഫ്ലുവൻസ് കാണുന്നു. അപ്പോൾ ഇതിലാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, മുഡ്രിക്കൊക്കെ വന്നിട്ട് 3 മിനിറ്റ് എങ്ങാനും ആയിട്ടുള്ളൂ. പക്ഷെ എവിടെ എനർജി, എവിടെ വർക്ക് എത്തിക്കുക, എവിടെ ട്രാക്ക് ബാക്കിംഗ് എബിലിറ്റി, എവിടെ ബുദ്ധി, എവിടെ ഒന്നുമില്ല. അങ്ങനെ അവിടെ പിന്നെ ഡിസാസി ഉണ്ട് ആ ഒരു റൈറ്റ് ഫ്ലാങ്കിൽ, എൻസോ ഉണ്ട്, കൈസോഡ് ഉണ്ട്. പക്ഷെ ഇവർക്ക് ആർക്കും ആ ഡോക്കുവിന്റെ കെവിൻ ഡെ ബ്രൂയ്നെ ലെഫ്റ്റ് ചാനലിലൂടെ റൺ ചെയ്തിട്ടുള്ള ആ ഒരു റണ്ണിനെ തടയാനോ അല്ലെങ്കിൽ ആ പാസിനെ തടയാനോ സാധിക്കുന്നില്ല. അവിടെ എൻസോയെ സംബന്ധിച്ചിടത്തോളം കെവിൻ ഡെ ബ്രൂയ്നൊക്കെ ഒപ്പം ഓടിയെത്താൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം പറയുന്നത്. കെവിൻ ഡെ ബ്രൂയ്നെ ആണെങ്കിൽ ആ ഒരു മത്സരത്തിൽ 100+ മിനിറ്റ് കളിച്ചിട്ടുള്ള ഒരു ചങ്ങായിയാണ്. ഇവിടെ ആ മത്സരത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കണമെന്നുള്ള തരത്തിലുള്ള ഒരു ഒടുക്കത്തെ ഒരു അർപ്പണബോധമുണ്ട് കെവിൻ ഡെ ബ്രൂയ്നയുടെ അടുത്ത്. അങ്ങനെ കെവിൻ ഡെ ബ്രൂയ്ന ബൈലൈനിലേക്ക് റൺ നടത്തിയതിനു ശേഷം ആ ഒരു ലോ ക്രോസ് കൊടുക്കുന്നു. അവിടെ പെട്രോവിച്ചിനെ സംബന്ധിച്ചോളം അദ്ദേഹം അവിടെ കാല് വെക്കുന്നുണ്ട്. അതോട് കൂടിയിട്ട് കാര്യങ്ങൾ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടിലേക്കായി. പക്ഷെ അവിടെ പെട്രോവിച്ചിനെ സംബന്ധിച്ചോളം വേറെ ഒന്നും ചെയ്യാനില്ല. അദ്ദേഹം കാല് വെക്കുന്നത് ബെർണാഡോ സിൽവ ആ ബോക്സിൽ റൈറ്റ് സൈഡിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിലേക്ക് ചെന്നെത്തുകയാണ്. അദ്ദേഹം അവിടെ അത് ഫിനിഷ് ചെയ്യുന്നു. കുക്കുറയ ക്ലോസ് ഡൗൺ ചെയ്യാൻ വൈകുന്നു. പക്ഷേ മുഡ്രിക് 84-ാമത്തെ മിനിറ്റിൽ വന്നിട്ട് 3 മിനിറ്റ് ആയിട്ടുള്ളൂ. എന്തുകൊണ്ട് ചെങ്ങായി ഒരു ലേശം ബുദ്ധി യൂസ് ചെയ്തുകൂടെ എവിടെന്ന്? അങ്ങനെ അത് ബെർണാഡോ സിൽവ ആ ക്ലച്ച് മൊമെന്റിൽ ഡെലിവറി ചെയ്യുന്നു. ഡിഫ്ലക്റ്റ് ആയിട്ടാണ് പോകുന്നത്. അവിടെ ഫോർച്ചുനേറ്റ് ആണ് സിറ്റി സംബന്ധിച്ചിടത്തോളം ആ ഒരു മൊത്തത്തിലുള്ള ഇൻസിഡന്റ്. പക്ഷേ സ്റ്റിൽ ചെൽസി സംബന്ധിച്ചിടത്തോളം ഓഫുൾ ഡിഫെൻഡിങ്. അതിനുശേഷം പൊച്ചറ്റീനോ എൻജോയൊക്കെ മാറ്റുന്നു, റഹീമിക്കെ കൊണ്ടുവരുന്നു. റഹീമിക്കൊക്കെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് ഇത്ര വൈകി എന്നുള്ളതാണ്. മുഡ്രിക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ റഹീമിക്കായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നതാണ് ഞാൻ മനസ്സിലായത്. അല്ലെങ്കിൽ മുഡ്രിക്കിനൊക്കെ നേരത്തെ ഇറക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇറക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ വേണമെങ്കിൽ നമുക്കിങ്ങനെ സ്പെക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്തായാലും റഹീമിക്ക് വരുന്നു, ചിൽവെല്ല് വരുന്നു, കുക്കുറിയെ പിൻവലിച്ചിട്ട്. അപ്പോൾ ചിൽവെല്ലിന് പിന്നെ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ നിക്കോ ജാക്സന്റെ ലിങ്ക് പ്ലേ മനോഹരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാത്രം കഴുകാനും അതുപോലെ തന്നെ പിന്നെ പച്ചക്കറി വെട്ടാനൊക്കെ നന്നായിട്ട് അറിയുന്ന ചെങ്ങായി അവിടെ ലിങ്ക് പ്ലേ മനോഹരമായിട്ട് കളിക്കുന്നു. അങ്ങനെ ചിൽവെല്ല ലെഫ്റ്റ് വിങ്ങിലൂടെ പോവുകയാണ്. അദ്ദേഹം തല ഉയർത്തിയിട്ട് ആ ഒരു റഹീം സ്റ്റെർലിംഗിന്റെ റണ്ണ് കണ്ടിരുന്നെങ്കിൽ, ഒരു ക്രോസ് അവിടെ കൊടുത്തിരുന്നെങ്കിൽ, ആ പാസ് അവിടെ കൊടുത്തിരുന്നെങ്കിൽ റഹീം സ്റ്റെർലിംഗിന് 1-on-1 സിറ്റുവേഷൻ ആയിപ്പോനെ. അത് അടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ ചിൽവെല്ല അത് കണ്ടില്ല. അതാണ് അങ്ങനെ അത് കോർണറിൽ കലാശിക്കുന്ന കാര്യം. ആ കോർണർ ദുരന്തം കോർണറിൽ കലാശിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാണ്. പിന്നെ ഇതിനിടയിൽ എന്താണ്, പിന്നെ ചെൽസി കാര്യമായിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. സിറ്റി സബ്സും കാര്യങ്ങളൊക്കെ വരുത്തുന്നു. ഇതിനിടയിൽ ഫോഡൻ പിന്നെ കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാത്ത സാഹചര്യത്തിൽ പെപ്പിന്റെ കംപ്ലീറ്റ് പിന്നെ കിളി പോകുന്ന ഒരു സാഹചര്യം, അദ്ദേഹം ശരിക്കും ചൂടാവുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഫോഡന്റെ അടുത്തേക്ക് നോക്കിയിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബുദ്ധി യൂസ് ചെയ്യും, തല യൂസ് ചെയ്യുന്നത്. അത് കണ്ടിട്ടെങ്കിലും നമ്മുടെ പ്ലേയേഴ്സ് കുറച്ചെങ്കിലും തല യൂസ് ചെയ്തിരുന്നെങ്കിലാണ് ഞാൻ ആലോചിക്കുന്നത്. മുഡ്രിക്കൊക്കെ അതാണ് കാണേണ്ടത്. കേട്ടോ, ഇത് യൂസ് ചെയ്യാൻ വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പോച്ചെങ്ങാനും മധുക്കേനോടോ നിക്കോളസ് ജാക്സനോടോ ആ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ പോച്ചിനെ തന്തയ്ക്ക് വിളിച്ചിരുന്ന ചെങ്ങായിമാർ. അതാണ് നിലവിലത്തെ ക്ലബിലെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ. ഒരു ഡിസിപ്ലിനും ഒരു തേങ്ങയില്ല. മത്സരത്തിന്റെ പിന്നെ അവസാന സമയങ്ങളിൽ സിറ്റിയുടെ പിന്നെ ഗെയിം മാനേജ്മെന്റും കാണാൻ പറ്റുന്ന കോർണർ ഫ്ലാഗിലേക്ക് അവർ പോരുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവരുടെ ഗ്രിറ്റും ഡിറ്റർമിനേഷനും ക്യാരക്ടറും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നല്ല രീതിയിൽ കളിക്കാതെയും അവർ ജയിച്ചു പോയി, ശരിയാണ്. അതിൽ ചെൽസി കിട്ടിയ ചാൻസുകൾ മുതലാക്കാൻ സാധിച്ചില്ല. അത് സിറ്റിയുടെ പ്രശ്നമല്ലല്ലോ. സിറ്റി അവർക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി മുതലാക്കുന്നു. അവർ ആ ഗെയിം സീ ഔട്ട് ചെയ്യുന്നു. അങ്ങനെ അവർ മറ്റൊരു ഫൈനലിലേക്ക് കൂടി പ്രവേശിച്ചിരിക്കണം. അവരുടെ ആ ഒരു ഡബിൾ എന്ന് പറയുന്ന ഡ്രീം നിലനിൽക്കുകയാണ്. അപ്പോൾ ചെൽസി സംബന്ധിച്ചിടത്തോളം സീസൺ ഓവറായിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഒന്നും ചെൽസി ക്രിയേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് ആ മത്സരം പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ക്ലബിന്റെ ഫിലോസഫി ഒന്ന് മാറ്റി ചങ്ങായിമാരെ, പ്ലീസ്. ഇത് അനുഭവിക്കുന്നത് നമ്മളാണ്. എന്തായാലും ഇനി അടുത്ത ആരായിട്ട് ആർസണലായിട്ടല്ലേ?
അപ്പോൾ ചാൻസുകൾ എടുത്തു കഴിഞ്ഞാൽ ആർസണലൊക്കെ നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റും, ചാൻസുകൾ എടുക്കില്ലല്ലോ, അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായാലും കൺഗ്രാജുലേഷൻ സിറ്റി. പക്ഷെ അതോടൊപ്പം തന്നെ മൈക്കിൾ ഒലിവറെ വേറെ വല്ല പണിക്കും പോടോ, വേറെ വല്ല പണിക്കും പോ. അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ ചില വാഴകൾ കുലയ്ക്കും, ഉറപ്പാണ് ഞാൻ പറയുന്നത്. കാരണം ആ പൊട്ടൻഷ്യൽ ഉണ്ട്, റോ ടാലൻറ്റുകളാണ്, യങ് ഫുട്ബോളേഴ്സാണ്, അവരുടെ കൂടെ എക്സ്പീരിയൻസും അതിൽ ഒരു എലീറ്റ് ടാക്ടീഷ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ചില ആളുകൾ കുലയ്ക്കും, സംശയമില്ലാത്തൊരു കാര്യമാണ്. ഈവൻ നിക്കോ ജാക്സനും ആള് ഒരു ലെഫ്റ്റ് വിങ്ങറൊക്കെ ആയിട്ട് ചിലപ്പോൾ കളിക്കുക, അല്ലെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം ആളുടെ ആ ഒരു ഷൂട്ടിങ്ങിലൊക്കെ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഒരു എലീറ്റ് സെന്റർ ഫോർവേഡിന്റെ ആവശ്യമുണ്ട് എന്നുള്ളത് ഞാൻ മുമ്പ് പറയുന്നത് തന്നെയാണ്. അത് ആവശ്യമുള്ള സംഭവം തന്നെയാണ്. അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ആഡ് ചെയ്യും. അപ്പോൾ ഇതിലുള്ള ചില വാഴകൾ ഒരിക്കലും കൊലക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയുള്ള വാഴകൾ എടുത്ത് പുറത്താക്കണം, വേറെ വഴിയൊന്നുമില്ല. ഇനി തിയാഗോ സിൽവ എന്ന് പറയുന്ന മോൺസ്റ്ററോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ, താങ്ക്സ് ഫോർ ചൂസിങ് ചെൽസി. കുറച്ചുകൂടെ നേരത്തെ ക്ലബിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ ആഗ്രഹിച്ചു പോകുന്നത്. കാരണം നിങ്ങളിവിടെ വന്നിട്ട് ആ ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ക്ലബിനെ കെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ, അതിൽ അതിയായ സന്തോഷമുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇന്നലെ മത്സരം പരാജയപ്പെട്ടുള്ള സാഹചര്യം നിങ്ങളുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടുള്ള സാഹചര്യം സത്യം പറഞ്ഞാൽ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ട്രോഫി കൂടി അടിക്കാനുള്ള അവസാനത്തെ അവസരമായിരുന്നല്ലോ അത്. ശരിയാണ്, അതിൽ വേദന ഉണ്ടാവും നിങ്ങൾക്ക്, ഞങ്ങൾക്കും വേദനയുണ്ട്. പക്ഷെ നിങ്ങൾ കരഞ്ഞപ്പോൾ ശരിക്കും ഞങ്ങളുടെ കണ്ണിൽ വെള്ളം വന്നിട്ടുണ്ട്. എന്തായാലും താങ്ക്സ് ഫോർ കെയറിങ്, താങ്ക്സ് ഫോർ ചൂസിങ് ചെൽസി, ഇത്രയേ ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം പിന്നെ അധികം കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത പല പ്ലേയേഴ്സിനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇത്രയും കമ്മിറ്റഡ് ആയിട്ട് ചെൽസിയെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ളൊരു മനുഷ്യനാണ് നിങ്ങൾ. അപ്പോൾ അതിന് ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ എവറിത്തിങ് മോൺസ്റ്റർ. നിങ്ങൾ ഈ ഫുട്ബോളിൻ്റെ ഒരു ലെജൻഡാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കൊന്നുമില്ല. താങ്ക്സ് ഫോർ കെയറിങ്. അപ്പോൾ മറ്റധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.